ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ വലുപ്പത്തിലും അതേ ടേസ്റ്റിലും എങ്ങനെയാണ് മധുരസേവ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മധുരസേവ ഉണ്ടാക്കാനായിട്ട് അത്ര വലുപ്പത്തിലുള്ള അച്ച് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ ഈ ഒരു ഹോളിൽ ഇത്ര വലുപ്പത്തിലുള്ള അച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോള് ഇതേപോലത്തെ ഒരു കത്തിയുടെ തുമ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് ഇതിങ്ങനെ കറക്കി കൊടുക്കുക. അങ്ങനെ കറക്കി കൊടുത്തിട്ട് വലുതാക്കി എടുത്തിട്ടുള്ള ഇത്രയും പോന്ന ഹോളിനെ വലുതാക്കി എടുത്തിട്ടുള്ളതാണ് ഇത്രയും ഞാൻ. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് കറക്കി എടുത്താൽ മതിയാവും, ഹോള് വലുതായി കിട്ടും. അപ്പോൾ ഒരു ഏകദേശം മധുരസേവയ്ക്ക് എത്രത്തോളം വലിപ്പം വേണ്ടി വരും എന്നൊരു കണക്കൂട്ടലിൽ നമ്മൾ ഈ ഹോൾ ഇങ്ങനെ വലുതാക്കി എടുക്കുക. ഇങ്ങനത്തെ ഇത്ര വലുപ്പത്തിലുള്ള അച്ച് നിങ്ങളിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ കത്തിയില്ല എന്നുണ്ടെങ്കിൽ പപ്പട കമ്പി വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹോളൊക്കെ വലുതാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് സോപ്പിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അച്ച് വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ മധുരസേവ ഉണ്ടാക്കുന്നത്. അപ്പോൾ മധുരസേവ ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ പൊടിപ്പിച്ച അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ തരികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ കുറച്ച് കടലമാവ് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് സേവനാഴിയിലേക്ക് മാറ്റാം. അപ്പോൾ സേവനാഴിയുടെ ഉള്ളിലെല്ലാം നന്നായി ഒന്ന് ഓയിലൊന്ന് പരട്ടി കൊടുത്തിട്ടുണ്ടാവണം. അതിനുശേഷം വേണം നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് നല്ല ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പം തന്നെ തിരിച്ചിടാനോ മറിച്ചിടാനോ നിൽക്കരുത്, അത് ആകെ പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ ഏകദേശം ഒരു ഭാഗം ആയി എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം വറുത്ത് കോരിയത് നമുക്ക് ഒരു മധുരസേവയുടെ ഏകദേശം ഒരു വലിപ്പം നോക്കിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളിത് ഒറ്റനൂൽപ്പരുവ് ആവുന്ന വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിവിടെ ഒറ്റനൂൽപ്പരുവായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒറ്റനൂൽപ്പരുവ് ആവുന്ന അതുവരെയാണ് നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ തന്നെ നല്ല ചൂടോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ എല്ലാത്തിൻ്റെ മേലെയും ഷുഗർ സിറപ്പ് നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കുറച്ച് ഷുഗർ സിറപ്പ് ബാക്കി വയ്ക്കുക. ഇത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് വീണ്ടും ഏകദേശം 1 മിനിറ്റോളം നന്നായി ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ഇതേപോലെ ഒന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് അവിടെ ഇവിടേക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മധുരസേവയിൽ ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ പഞ്ചസാര നിൽക്കുന്നുണ്ടാവുമല്ലോ, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുത്താൽ മതിയാവും. ഇളക്കി കൊടുത്ത് വരുമ്പോഴേക്കും തന്നെ ഇതൊക്കെ ശരിക്കും ക്രിസ്റ്റൽ പോലെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടുക. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നും കടയിൽ നിന്നും പിന്നെ പൂരപ്പറമ്പിൽ നിന്നും ഒക്കെ മേടിക്കുന്ന പോലെ തന്നെയുള്ള മധുരസേവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.